ഓണമാണ് സമൃദ്ധിയുടെ കാലമാണ്, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പറയാറ്. ഓണത്തിനുള്ള പച്ചക്കറി സ്വന്തം നാട്ടിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു കർഷകനെ പരിചയപ്പെടാം. തനിക്ക് മാത്രമല്ല, ഒരു നാടിനാകെയും കഴിക്കാനുള്ള പച്ചക്കറികളാണ് ദാ ഇവിടെ ഒരുങ്ങുന്നത്. വർഷങ്ങളായി ഒരു മുഴുവൻ സമയ കർഷകനാണ് ആലുവ കരുമാലൂർ സ്വദേശി ഡേവിസ്. ഇവിടെ ഒരുപാട് ഇനങ്ങളുണ്ട്. ചൊരയ്ക്ക, വെണ്ടയ്ക്ക, പീച്ചിങ്ങ, ചേന തുടങ്ങിയവയാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാഴ്ച കാണാൻ തന്നെ എന്ത് രസാലേ. ഓണത്തിനോടനുബന്ധിച്ചുള്ള കൃഷിയും വിളവെടുപ്പെല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തരം വിളകളും പാകമായി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പാവലമുണ്ട്, പീച്ചിലുണ്ട്, പടവലമുണ്ട്, എല്ലാ സാധനവും തന്നെ ഉണ്ട്. ചൊരയ്ക്ക, വെണ്ടയ്ക്ക എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മ വെച്ച നാളും ഈ ഫീൽഡിലുണ്ട്. ഫാദറിൻ്റെ ഒപ്പം ഉള്ളതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 30-35 വർഷത്തോളമായിരുന്നു സ്വന്തമായിട്ട് ഞാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു 15 ഏക്കർ താഴെ വെജിറ്റബിൾ എല്ലാം ചെയ്യുന്നുണ്ട്. വാഴ, കപ്പ, ചേന, നെല്ലടക്കം എല്ലാം ഞാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. എനിക്ക് 26 വയസ്സിൽ എനിക്ക് KCBയിൽ കാസർഗോഡ് ജോലി കിട്ടിയതാണ്. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പോൾ ആ ഫീൽഡിൽ സബ് എഞ്ചിനീയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപേക്ഷിച്ച് തന്നെയാണ് ഇതിലേക്ക് വന്നത്. ഞാൻ 7 മണിക്ക് ഇവിടെ വരും. പിന്നെ പോകുന്നത് റെസ്റ്റ് ചോറിനൊക്കെ 10 മിനിറ്റ് 15 മിനിറ്റ് എടുക്കുകയുള്ളൂ. 7 മണി വരെ ഇരുട്ടുന്ന വരെ ഞാൻ ഈ സ്ഥലത്തുണ്ടാവും. വിപണനം നടത്തണം, എടുക്കണം, പണിക്കാർക്ക് നിർദ്ദേശം കൊടുക്കണം. ഞാനും പണിയെടുക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ വളരെ റെസ്റ്റ് ഉണ്ടാവില്ല. കാലാവസ്ഥ പ്രതികൂലമാണ് എങ്കിൽ തന്നെയും അത് നമ്മുടെ പ്രാക്ടിക്കൽ ടെക്നിക്കൽ ഉപയോഗിച്ചാണ് ഞങ്ങൾ അതിനെ തരണം ചെയ്യുന്നത്. pH കറക്റ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ കീടങ്ങൾ എടുക്കില്ല. ഈ സമൂഹം തന്നെ എനിക്ക് വളരെ സപ്പോർട്ടാണ്. കൃഷിഭവൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാറുമാരെ സ്റ്റാഫായി തന്നെയും എന്ത് പറഞ്ഞാലും അപ്പോൾ ശരി തരും. പിന്നെ പഞ്ചായത്താണെങ്കിലും എന്ത് വേണമെങ്കിലും മെമ്പർമാരായാലും എന്ത് സഹായം വേണമെങ്കിലും ചെയ്തിരുന്നു. അതിനേക്കാൾ ഇവർ ഇപ്പോൾ നടക്കുന്ന കാര്യം കൃഷിക്കൊപ്പം കളമശ്ശേരി എന്നുള്ള പദ്ധതി പ്രകാരം രാജീവ് സാർ കൊണ്ടുവന്ന ഈ പദ്ധതി പ്രകാരം വളരെ സപ്പോർട്ടീവാണ് ഞങ്ങൾക്കെല്ലാം. ഞങ്ങൾ കൃഷിക്കാർക്ക് തന്നെ ഞങ്ങളൊരു വിലയുള്ളവർ എന്നുള്ളൊരു അപബോധം ഞങ്ങളിലേക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. ഓണത്തിന്റെ തലേന്ന് ഉത്രാട ദിവസം ഉത്രാടപ്പാച്ചിലൊക്കെ നടത്തി സാധനങ്ങൾ വാങ്ങി ഓണം ഒരുങ്ങുന്ന രീതിയാണ് പലപ്പോഴായി കണ്ടുവരുന്നത്. എന്നാൽ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ മുൻകാലങ്ങളിൽ മാസങ്ങൾക്ക് മുൻപേ തുടങ്ങാറുണ്ട്. കാർഷികോത്സവം കൂടിയാണ് ഓണം. ഈ ഡേവിസ് ചേട്ടനെ പോലുള്ളവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരം മാതൃകകളാണ്. കൃഷിക്കൊപ്പം നമ്മുടെ നാടും വളരട്ടെ. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.